എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ശ്ലോകം 10, 11, 12, 13 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാനോടുകൂടി ഭഗവാന്റെ രാമകൃഷ്ണന്മാരുടെ കൂടെ കളിക്കുന്ന ആ കുട്ടികളുടെ ഭാഗ്യം. എന്തൊക്കെ കളികളാ അവര് ആ കാട്ടില്, വൃന്ദാവനത്തിലെ കാട്ടില് വെച്ചിട്ട് അവര് കളിക്കണത്. അവര് കണ്ണൻ ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളും കണ്ണനും വേറെ അല്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് അവര് ബ്രഹ്മാനന്ദ സുഖം തന്നെയാണ് അനുഭവിക്കണത് എന്ന് പറയുന്നു. ശ്ലോകം 10. ഓം നമോ ഭഗവതേ വാസുദേവായ സാകം ഭേകേർവിലംഘന്ത സരിൽ പ്രസ്രവ സംപ്ലുതാ വികസന്ത പ്രതിച്ഛായ ശപന്തശ്ച പ്രതിസ്വനാൻ. നദിയിലും തോടുകളിലൊക്കെ അങ്ങനെ ആ വെള്ളം ഒഴുകുമ്പോ അതിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടും. കണ്ണൻ ആദ്യം ചാടും, കുട്ടികളെ രാമനും കുട്ടികളും പിന്നാലെ ചാടും. അപ്പൊ ഇതങ്ങോട്ട് ശബ്ദം കേൾക്കുമ്പോ തവളകളൊക്കെ ഇങ്ങനെ ഓടും, വെള്ളം ഇങ്ങനെ പൊങ്ങണനുസരിച്ച്. അപ്പൊ കുട്ടികൾ അതേപോലെ ആ തവളകളുടെ ഒപ്പം തന്നെ, തവളകൾ നീന്തണ പോലെ ഇവര് നീന്തി ആ തോടും നദിയൊക്കെ ഇങ്ങനെ നീന്തി കടക്കുന്ന പറയണം. പിന്നെ ആ കൊളക്കരയിലോ അവിടെ വെള്ളത്തിൽ ഇങ്ങനെ അവര് കുട്ടികളുടെ രൂപം പ്രതിബിംബിച്ചു കാണൂലോ. അപ്പൊ ഇത് കണ്ടോ, ഞങ്ങള് കാട്ടുന്നത് പോലെയൊക്കെ ഈ വെള്ളത്തിലുള്ളത് ഇവര് കാണിക്കണം. ഇത് ആരാ ഈ വെള്ളത്തിലുള്ളവര്? കുറെ പേരുണ്ടല്ലോ ഇവര് എന്നൊക്കെ തന്നെത്താനെ ഇങ്ങനെ പറയാട്ടെ. എന്നിട്ട് ചിരിക്കുക. പിന്നെ ആ ഗുഹയിൽ നിന്നിട്ട് ഉറക്കെ ഇങ്ങനെ പശുക്കളെ വിളിക്കണ മാതിരി ഓരോ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്ന് വിളിക്കുമ്പോ പ്രതിധ്വനി ഉണ്ടാവില്ലേ, എക്കോ. അപ്പൊ ഇതാരാ ഞങ്ങള് പറയണ പോലെ ഇങ്ങനെ പറയണത്? നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം, അത് ശരി, ഞങ്ങളെ പോലെ തന്നെ ശബ്ദം ഉണ്ടാക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിത്തരാം, കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ തന്നെത്താനെ അവര് പറയുന്നു. അതാണ് ശപന്തശ്ച പ്രതിസ്വനാൻ. ഇത്തം സദാം ബ്രഹ്മസുഖാനുഭൂത്യ ദാസ്യം ഗതാനാം പരദൈവതേന മായാശ്രിതാനാം നരതാരകേണ സാകം വിജഹ്രു കൃതപുണ്യപുഞ്ജാഃ. ശ്രീകൃഷ്ണ ഭഗവാനോടുകൂടി കളിക്കാൻ മാത്രം ഭാഗ്യവൈഭവമുണ്ടായ ആ ഗോപകുമാരന്മാരെ കുറിച്ചുള്ള ആശ്ചര്യ ബഹുമാനങ്ങള് 2 ശ്ലോകങ്ങൾ കൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി വെളിപ്പെടുത്താണ്. യാതൊരു ഭഗവാൻ ജ്ഞാനികൾക്ക് ബ്രഹ്മമായിട്ടും ബ്രഹ്മാനന്ദമായിട്ടും ബ്രഹ്മാനുഭവമായിട്ടും വിളങ്ങുന്നുവോ, സ്വപ്രകാശമായും പരമസുഖമായും അനുഭവപ്പെടുന്നുവോ, യാതൊരു ഭഗവാൻ ഭക്തന്മാർക്ക് പരമാത്മാനുഭാവം നൽകുന്ന പരമേശ്വരനായിട്ട് വിളങ്ങുന്നുവോ, മായാശക്തിയെ കടക്കാനും അതിന്റെ മാഹാത്മ്യത്തെ തിരിച്ചറിയാനും സാധിക്കാത്ത അജ്ഞാനികൾക്ക് യാതൊരു ഭഗവാൻ ഒരു മനുഷ്യബാലനായിട്ട് വിളങ്ങുന്നുവോ, അങ്ങനെയൊക്കെ ഇരിക്കണം ആ ശ്രീകൃഷ്ണനോട് കൂടി ചേർന്ന്. അതുപോലെയുള്ള ആ പരിപൂർണ ബ്രഹ്മത്തിനോട് ചേർന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടി ചേർന്ന് കളിക്കാൻ മാത്രം പരമ പുണ്യം ചെയ്ത ആ ഗോപബാലന്മാരുടെ ഭാഗ്യം തന്നെയാണ്. എന്തൊരു ഭാഗ്യം എന്ന് പറയുന്നു ശ്രീ ശുകബ്രഹ്മർഷി. ഭഗവാൻ എന്താ? സച്ചിദാനന്ദ സ്വരൂപനും സർവ ഐശ്വര്യ പരിപൂർണനും എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന മധുരലീലകളാൽ അത്യസുഭകനും പരമതത്വസ്വരൂപനുമാണ് എന്നുള്ള ആ പൂർണ്ണാനുഭവം ഈ ബാലന്മാർക്ക് ഉണ്ടായി. അതാണ്, അവരൊരു തപസ്സും ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് ഭഗവാനോട് സ്നേഹിച്ചു അല്ലെ. ഭഗവാൻ വേറെ ഞങ്ങള് വേറെ എന്നുള്ള ഒരു ഭാവം ആ കുട്ടികൾക്ക് ഉണ്ടായില്ല. ഭഗവാനെ കാണുന്നത് തന്നെ, ശ്രീകൃഷ്ണനെ കാണുന്നത് തന്നെ പരമാനന്ദം എന്നുള്ള ഭാവം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജ്ഞാനികൾക്ക് ഉണ്ടാവുന്ന, ജ്ഞാന നിമിത്തം ഉണ്ടാവുന്ന സ്വരൂപ അനുഭവം അവർക്കുണ്ടായി. ആ നിഷ്കളങ്ക ബാലന്മാർ, അവർക്കറിയാം ശ്രീകൃഷ്ണൻ എന്തും ചെയ്യാൻ ശക്തനാണ്, തങ്ങളുടെ സർവ്വ സങ്കടങ്ങളും തീർക്കും. അതാണ് ഭക്തി. അങ്ങനെയുള്ള ഒരു ഭക്തി, ഗൗരവത്തോട് ഇടകലർന്ന പ്രീതിസ്വരൂപമായ ജ്ഞാനം ഇവർക്ക് കൃഷ്ണനെ കുറിച്ചുണ്ടായതുകൊണ്ട് പരിപൂർണമായ ഐശ്വര്യത്തിന്റെ അനുഭവം അവർക്കുണ്ടായി. അതിന്റെ എന്റെ സ്വന്തം സ്നേഹിതൻ അല്ലെ, കൂട്ടുകാരോട് എന്തും തുറന്നു പറയൂലോ. അപ്പൊ ഒരു തടസ്സവും ഇല്ല, സങ്കോചവും ഇല്ലാത്ത സ്വതന്ത്ര പ്രീതി നിമിത്തം മധുര ലീലാസുഭകൻ ആണെന്നുള്ള അനുഭവം അവർക്കുണ്ടായി. ഭഗവാന്റെ ആ ശുദ്ധ മധുര സ്വഭാവ അനുഭവം ജ്ഞാനികൾക്ക് ഉണ്ടാവില്ല. ദാസന്മാരിലും അതെ, ഗൗരവ നിമിത്തം ഒരു ഗൗരവമാണല്ലോ, അത്രയും ഭഗവാനല്ലേ എന്നുള്ള ഒരു ചിന്തയല്ലേ ദാസന്മാർക്ക് ഉണ്ടാവുക.
അപ്പൊ ഒരു സങ്കുചിതാവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ യഥേഷ്ട മുഴുവൻ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാന്റെ ലീലാമാധുര്യം ഭഗവാന്റെ ദാസന്മാരും നന്നായിട്ട് അറിയില്ല. ബഹുമാനാണ് ഉണ്ടാവുക കൂടുതൽ. അപ്പൊ സ്നേഹിതരെങ്ങനെയാ? സ്വതന്ത്രന്മാരാണ് അല്ലെ? അപ്പൊ അവര് ഭഗവാന്റെ ആ ഗുണങ്ങളെയൊക്കെ അവർക്ക് മനസ്സിലാവും. ഭഗവാൻ തന്നെ പറയണത് അതാണ്, എന്നെ ആരെങ്ങനെ ഭജിക്കുന്നുവോ അവര് ഞാനും അങ്ങനെ തന്നെ ഭജിക്കും എന്നുള്ള ഭഗവാന്റെ പ്രതിജ്ഞ അനുസരിച്ച് സ്നേഹിതൻ എന്ന് ഭാവിക്കുന്ന ഗോപകുമാരന്മാർക്ക് തന്റെ ആ ശ്രദ്ധാലീലാ മാധുര്യാദകൾ ഭഗവാൻ സ്പഷ്ടമായിട്ട് അങ്ങോട്ട് പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് ഈ ബാലന്മാര് ജ്ഞാനികളും ഭക്തന്മാരും അനുഭവിക്കുന്നതിനേക്കാളും ഉത്കൃഷ്ടമായ പദവി അവർ അനുഭവിക്കണു. ഇവരുടെ ഭാഗ്യം വർണ്ണിക്കാനേ കഴിയണില്ല. അതാണ് ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞതിന്റെ സാരം. ശ്രീ ചൈതന്യ മഹാപ്രഭു മുതലായ കുറച്ച് ഭക്തോത്തമന്മാര് അവര് ഈ മധുരഭാവത്തോടുകൂടി പരമാനന്ദം അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ മഹാഭക്തോത്തന്മാരുടെ ചരിത്രത്തില് ചൈതന്യ മഹാപ്രഭു രാധാദേവി ആയിട്ടാണ്. അപ്പൊ മാധുര്യം അനുഭവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് രാധാദേവി. അപ്പൊ ഒന്നാണ് പ്രേമഭക്തി, അതായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ആ മാധുര്യം, ഭക്തിയുടെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് ഭക്തന്മാർക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. യൽ പാദപാം സുർബഹുജന്മ കൃച്ഛ്രതോ ഹൃദാത്മഭിർയോഗിഭിരപ്യഗമ്യ സയേവ യദൃക് വിഷയ സ്വയം സ്ഥിത കിം വർണ്യതേ ദിഷ്ടമഹോ വ്രജൗകസാം. വ്രജവാസികൾ ചെയ്ത ആ പുണ്യത്തെക്കുറിച്ച്, ആ പുണ്യവിശേഷത്തെക്കുറിച്ച് പ്രത്യേകം പറയാണ്. യാതൊരു ഭഗവാന്റെ പാദപത്മങ്ങളിൽ പറ്റിയ പൊടി യോഗികൾക്കു കൂടി പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ലയോ. ഇത് സാധിക്കാൻ വേണ്ടി അവർ പല വിധത്തിലുള്ള വളരെ കഷ്ടതരമായിട്ടുള്ള തപസ് ചെയ്ത് ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് എത്രയോ ജന്മങ്ങൾ അവര് പരിശ്രമിക്കണം. എന്നിട്ടും സാധിക്കണില്ല. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ തന്നെ ആ ഗോകുലത്തിൽ വസിക്കുന്നവരുടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അല്ലെ. അങ്ങനെയുള്ള തൊട്ടും തലോടിയും എപ്പോഴും കണ്ടുകൊണ്ട് തന്നെ, കണ്ണുകൊണ്ട് കാണത്തക്ക വിധം സാക്ഷാൽ സ്വരൂപത്തോടുകൂടി അവരുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നു ഈ ഭഗവാൻ. അപ്പൊ യോഗികൾക്കും പ്രാപിക്കാൻ കഴിയാത്ത ഭാഗ്യാവസ്ഥ വ്രജവാസികൾ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് അവര് ചെയ്ത പുണ്യകർമ്മത്തെ എങ്ങനെയാ വർണ്ണിക്കുക? ഒരിക്കലും സാധ്യമല്ല എന്ന് ശ്രീ സുഖബ്രഹ്മർഷി പറയണു പരീക്ഷിത് മഹാരാജാവിനോട്. അഥാഘനാമാഭ്യപതൻ മഹാസുര തേഷാം സുഖക്രീഡന വീക്ഷണാക്ഷമ നിത്യം യദന്തർ നിജ ജീവിതേപ്സുഭി പീതാമൃതേ അപ്യമരൈ പ്രതീക്ഷ്യത്തെ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അഘാസുരൻ എന്നു പേരായിട്ടുള്ള ഒരു പെരുമ്പാമ്പ് വന്നു. വൃന്ദാവനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ കാട്ടിയ ഒരു ലീല പറയാം ഞാൻ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് പരീക്ഷിത് മഹാരാജാവ്. അഘൻ എന്നു പേരായിട്ടുള്ള ഒരു മഹാസുരൻ വൃന്ദാവനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയും ബലരാമനെയും അവരുടെ ചങ്ങാതിമാരെ എല്ലാവരെയും കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. കംസൻ പറഞ്ഞിരിച്ചിരിക്കുകയാണ്. തുരുതുരാസുരന്മാരെ പറഞ്ഞേക്കാണല്ലോ കംസൻ. അവരുടെ ആ മനോഹര ലീല കണ്ട് ആനന്ദിക്കാൻ അവന് ക്ഷമയൊന്നും ഉണ്ടായില്ല. അസുരനല്ലേ. ദേവന്മാര് ആണെങ്കിലും ഇവനെങ്ങനെ ഈ അഘാസുരനെ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് അവര്. ദേവന്മാർക്ക് വളരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു അസുരൻ. അമൃതപാനം ചെയ്തവരാണ് ദേവന്മാരെന്നാലും ഇവൻ ഞങ്ങളെയൊക്കെ നശിപ്പിക്കുവോ കൊല്ലുവോ എന്നുള്ള വല്ലാത്തൊരു ഭയം നിമിത്തം ഈ ഘോരനായ അസുരനെ എപ്പോഴാ ഇവന് ഒരു നാശം സംഭവിക്കാന്ന് ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുക ദേവന്മാര്. അമൃതപാനം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് മരണം ഇല്ലാതെ ഇരിക്കൊന്നുമില്ല. മരണം എല്ലാവർക്കും ഉണ്ടല്ലോ. ഭഗവാന്റെ ലീല അങ്ങനെ ഭഗവാന്റെ നാമങ്ങളും ചൊല്ലി അന്ധക്കരണ ശുദ്ധി വന്നാൽ മാത്രമാണ് ജന്മസാഫല്യം. അത് അവർക്കും അറിയാം. അതുകൊണ്ട് ഭഗവാന്റെ ലീലാവിശേഷങ്ങള് ദേവന്മാരും ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത്ര മനോഹരമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ലീല ചിന്തിച്ചും കേട്ടും കണ്ടും ആനന്ദിക്കാൻ ക്ഷമയില്ലാത്തവൻ ആരോ അവൻ തന്നെ അഘാസുരൻ. അതാണ് അഘം എന്ന് പറഞ്ഞ പാപം. അസു ജീവൻ, പാപജീവിതം കൊണ്ട് ലോകത്തിൽ ദുഷ്പേരു കേട്ടവൻ. അങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇങ്ങനെയുള്ളവർക്ക് എന്താ? നാശം തന്നെയാ ഫലം എന്നുള്ളൊരു അർത്ഥം കൂടി ഇവിടെ പറയാം. അതാണ് അഘാസുരൻ. അഘൻ എന്നുള്ളത് ഇവന്റെ ഒരു പേര് മാത്രമല്ല. അഘം എന്ന് പറഞ്ഞാൽ പാപം, അസു ജീവൻ. അപ്പൊ പാപജീവിതം കൊണ്ട് ദുഷ്പേര് കേൾപ്പിക്കണവൻ മുഴുവനും
നശിക്കും. അവർക്ക് നാശം തന്നെ ഉണ്ടാവുള്ളൂ എന്നത് ആഘാസുരന്റെ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുന്നു. ആഘാസുരന്റെ കഥ നമുക്ക് എങ്ങനെയാണ് ഭഗവാൻ അവനെ മോക്ഷം കൊടുത്തത് എന്ന് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ